മുൻ കേന്ദ്ര സഹമന്ത്രിയും ബി.ജെ.പി. നേതാവുമായ വി മുരളീധരൻ മുനമ്പത്തെ സമരപ്പന്തലിലെത്തി. അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, മുരളീധരൻ ഇപ്പോൾ സമരപ്പന്തലിലെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. സമരക്കാരുമായി കൂടിക്കാഴ്ച നടത്തിയോ? ശരിയാക്കി തരുന്നതിന് വേണ്ടി ഞാൻ ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ മുനമ്പത്തെ സമരപ്പന്തലിൽ എത്തിയിരിക്കുകയാണ്. 44-ാം ദിവസമാണ് ഇവിടെ സമരം തുടരുന്നത്. മുരളീധരന് മുൻപ് തന്നെ നിരവധി നേതാക്കൾ, ബി.ജെ.പി. നേതാക്കളടക്കം ഇവിടെ എത്തി സമരസമിതിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും സമരത്തിന്റെ ഒപ്പം ഇരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് വി മുരളീധരൻ, അതോടൊപ്പം തന്നെ കെ.എസ്. രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കളാണ് ഇന്നിപ്പോൾ സമരപ്പന്തലിൽ എത്തിയിരിക്കുന്നത്. ഭൂസംരക്ഷണ സമിതി മുനമ്പത്ത് നടത്തുന്ന സമരം ഇത് 44-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. പക്ഷേ 3 മാസം കൊണ്ട് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ മാറ്റി അതിനുശേഷം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഈ ഉറപ്പ് നൽകിയെങ്കിൽ പോലും സമരം തുടരാൻ തന്നെയാണ് സമരസമിതിയുടെ തീരുമാനം. നേരത്തെ ഉന്നതതല യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. ജസ്റ്റിസ് C.N. രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഉടൻ തന്നെ നിയോഗിക്കും. അതിനുശേഷം 3 മാസത്തിനകം ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളടക്കം പരിഹരിക്കുമെന്നാണ് സർക്കാരിന്റെ ഉറപ്പ്. അത്തരത്തിൽ സർക്കാരിന്റെ ഉറപ്പ് മുഖവിലക്കെടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിക്കുമെന്ന് സമരസമിതിക്കാർ അറിയിച്ചിരുന്നു. എങ്കിൽ പോലും സമരം തുടരാൻ തന്നെയാണ് ഭൂസംരക്ഷണ സമിതിയുടെ തീരുമാനം. എല്ലാ ദിവസവും ഇത്തരത്തിൽ നിരവധി നേതാക്കൾ, കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി നേതാക്കൾ, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരടക്കം ഇവിടെ എത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. 600-ലധികം കുടുംബങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ എന്നതാണ് പ്രധാനപ്പെട്ട. എന്തായാലും 44-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ 44-ാം ദിവസമാണ് ഇപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ അടക്കം സമരപ്പന്തലിലെത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത്.